നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. നോർവേയിൽ പഠിക്കാനും തുടർന്ന് ജോലി നേടി പെർമനന്റ് റെസിഡൻസ് നേടാനും ആഗ്രഹിക്കുന്ന നിരവധി മലയാളികളുണ്ട്. എന്നാൽ സ്റ്റുഡൻറ് വിസയിൽ പോയാൽ PR ഉറപ്പാണോ? പഠനം കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? എത്ര വർഷം കഴിഞ്ഞാണ് PR ലഭിക്കുന്നത്? എന്നിങ്ങനെ നിരവധി സംശയങ്ങളുമുണ്ട്. ഈ വീഡിയോയിൽ സ്റ്റുഡൻറ് വിസ മുതൽ PR വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ലളിതമായി പറയാം. യൂറോപ്പിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നോർവേ. ഉയർന്ന ശമ്പളം, മികച്ച തൊഴിലന്തരീക്ഷം, സൗജന്യമോ കുറഞ്ഞ ചെലവിലുള്ളതോ ആയ പൊതുജനാരോഗ്യ സേവനങ്ങൾ, സുരക്ഷിതമായ ജീവിതം എന്നിവയെല്ലാം നോർവേയെ വ്യത്യസ്തമാക്കുന്നു. IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, സമുദ്ര വ്യവസായം, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിലെല്ലാം വിദേശ പ്രൊഫഷണലുകൾക്ക് നല്ല അവസരങ്ങളുണ്ട്. നോർവേ സന്ദർശിക്കാൻ ഷെങ്കൻ വിസ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവർ നോർവേ ഡയറക്ടറേറ്റ് ഓഫ് ഇമിഗ്രേഷൻ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. തുടർന്ന് ആവശ്യമായ രേഖകൾ സഹിതം ഏറ്റവും അടുത്തുള്ള VFS ഗ്ലോബൽ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാകണം. വിസ അപേക്ഷയ്ക്കായി പൊതുവെ ആവശ്യമായ വിവരങ്ങൾ ഇനി പറയുന്നവയാണ്. സന്ദർശക വിസയാണെങ്കിൽ ടൂറിസ്റ്റ് വിസിറ്റർ വിസ, കുറഞ്ഞത് 6 മാസത്തെ സാധുതയുള്ള ഒറിജിനൽ പാസ്പോർട്ട്, പൂരിപ്പിച്ച ഓൺലൈൻ അപേക്ഷാ ഫോം, ഫീസ് അടച്ച റെസീറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യാത്രയുടെ വിശദാംശങ്ങൾ, താമസിക്കുന്നതിനുള്ള തെളിവ്, ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ ക്ഷണക്കത്ത്, യാത്രയ്ക്കും ചികിത്സയ്ക്കും മതിയായ തുക ഉണ്ട് എന്നതിൻ്റെ തെളിവ്, കുറഞ്ഞത് 30,000 യൂറോ ഏകദേശം 27 ലക്ഷം രൂപ വേണം. പരിരക്ഷയുള്ള ട്രാവൽ മെഡിക്കൽ ഇൻഷുറൻസും ആവശ്യമാണ്. തൊഴിൽ വിസയാണ് പിന്നീടൊന്ന്. വർക്ക് വിസ. നോർവീജിയൻ തൊഴിലുടമയിൽ നിന്നുള്ള സാധുവായ തൊഴിൽ ഓഫർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമാണ്. ജോലിക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ശമ്പളം നോർവേയിലെ മിനിമം വേതന നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ആവശ്യമാണ്. 90 ദിവസത്തിൽ കൂടുതൽ നോർവേയിൽ താമസിക്കാൻ ഇത്തരം ലോങ് സ്റ്റേ റെസിഡൻസ് പെർമിറ്റ് നിർബന്ധമാണ്. നോർവേയിൽ ഒരു വിദഗ്ധ തൊഴിലാളി, അതായത് സ്കിൽഡ് വർക്കർ ആയി ജോലി ചെയ്യുന്നതിനാണ് ഭൂരിഭാഗം ആളുകളും അപേക്ഷിക്കുന്നത്. ഇതിനായി ഇനി പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. ആദ്യം തൊഴിൽ ഓഫർ ഉണ്ടായിരിക്കണം. നോർവേയിലെ ഒരു രജിസ്റ്റർ ചെയ്ത തൊഴിലുടമയിൽ നിന്ന് പൂർണ്ണസമയ ജോലിക്കുള്ള കരാറോ സ്ഥിരീകരിച്ച ഓഫറോ ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിക്ക് എഞ്ചിനീയർ ആണെങ്കിൽ അതിനുള്ളത്, ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ അതിനുള്ളത്, കാർപ്പൻ്റർ ആണെങ്കിൽ അതിനുള്ളത്, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി എന്തോ അതിന് അനുയോജ്യമായ യൂണിവേഴ്സിറ്റി ബിരുദമോ ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രൊഫഷണൽ വൊക്കേഷൻ കോഴ്സ് യോഗ്യതയോ ഉണ്ടായിരിക്കണം. മിനിമം സാലറി ത്രെഷോൾഡ് ഉണ്ട്. നോർവീജിയൻ ഡയറക്ടറേറ്റ് ഓഫ് ഇമിഗ്രേഷൻ നിഷ്കർഷിക്കുന്ന മിനിമം ശമ്പളം ലഭിക്കുന്ന ജോലി ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. മാസ്റ്റേഴ്സ് ബിരുദം ആവശ്യമുള്ള ജോലികൾക്ക് പ്രതിവർഷം കുറഞ്ഞത് ഏകദേശം 46.8 ലക്ഷം രൂപ, ബാച്ചിലർ ബിരുദം ആവശ്യമുള്ള ജോലികൾക്ക് പ്രതിവർഷം ഏറ്റവും കുറഞ്ഞത് 40.8 ലക്ഷം രൂപ ശമ്പളമുള്ള ജോലിയായിരിക്കണം. ആവശ്യമായ രേഖകൾ: ഒപ്പിട്ട തൊഴിൽ കരാർ, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, പാസ്പോർട്ട്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ, നോർവേയിൽ താമസ സൗകര്യം ഉറപ്പാക്കിയതിൻ്റെ തെളിവ്. പിന്നെ പഠന വിസയ്ക്കാണ് പോകുന്നതെങ്കിൽ നോർവേയിലെ സർവകലാശാലകളിലോ കോളേജുകളിലോ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷിക്കാം. അഡ്മിഷൻ ലെറ്റർ, നോർവേയിലെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുള്ള ഔദ്യോഗിക പ്രവേശന കത്ത് നിർബന്ധമാണ്. പിന്നെ ഫണ്ടിൻ്റെ തെളിവ്, നോർവേയിൽ പഠിക്കുന്ന കാലയളവിൽ ജീവിക്കാനുള്ള ചെലവുകൾ നിങ്ങളുടെ പക്കലുണ്ടെന്ന് തെളിയിക്കണം. 2026-2027 അധ്യയന വർഷത്തേക്ക് പ്രതിവർഷം 1,70,368 NOK, അതായത് പ്രതിമാസം 15,488 NOK, ഏകദേശം 13.8 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടതുണ്ട്. ഈ തുക നോർവീജിയൻ ബാങ്ക് അക്കൗണ്ടിലോ യൂണിവേഴ്സിറ്റിയുടെ താൽക്കാലിക അക്കൗണ്ടിലോ നിക്ഷേപിക്കണം. പിന്നെ പാർട്ട് ടൈം ജോലി. നോർവേയിൽ സ്റ്റുഡൻറ് വിസയുള്ളവർക്ക് പഠനത്തോടൊപ്പം ആഴ്ചയിൽ 20 മണിക്കൂർ വരെ പാർട്ട് ടൈം ജോലി ചെയ്യാനും അവധിക്കാലത്ത് പൂർണ്ണസമയ ജോലി ചെയ്യാനും അനുവാദമുണ്ട്. ആവശ്യമായ രേഖകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അഡ്മിഷൻ ലെറ്റർ, ഫണ്ട് തെളിയിക്കുന്ന രേഖകൾ, പാസ്പോർട്ട്, ഹെൽത്ത് ഇൻഷുറൻസ്, അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റുകൾ. അപേക്ഷിക്കേണ്ട വിധം: ഓൺലൈൻ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത്. UDI അപേക്ഷാ പോർട്ടൽ വഴി ഓൺലൈനായി അക്കൗണ്ട് എടുത്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. ഫീസ് അടയ്ക്കുക. അതിനുശേഷം വിസയ്ക്കുള്ള അപേക്ഷാ ഫീസ് ഓൺലൈനായി ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വഴി അടയ്ക്കാം. VFS അപ്പോയിൻമെൻ്റ് എടുക്കുക. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും അടുത്തുള്ള VFS ഗ്ലോബൽ കേന്ദ്രത്തിൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിക്കുന്നതിനും
ബയോമെട്രിക്സ് നൽകുന്നതിനുമായി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. നേരിട്ട് ഹാജരാകുക. നിശ്ചിത തീയതിയിൽ VFS കേന്ദ്രത്തിൽ ഒറിജിനൽ രേഖകളും അവയുടെ പകർപ്പുകളും സഹിതം നേരിട്ട് എത്തുക. ഇനി നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ യൂറോപ്യൻ ഫോർമാറ്റ് റെസ്യൂമെ തയ്യാറാക്കുകയാണ് ആദ്യപടി. നോർവേയിലെ കമ്പനികൾ സാധാരണയായി യൂറോപാസ് ഫോർമാറ്റിലുള്ള CV-കളാണ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ യോഗ്യതകളും പ്രവൃത്തി പരിചയവും വ്യക്തമാക്കുന്ന കവർ ലെറ്ററും ഒപ്പം കരുതുക. ലിങ്ക്ഡിൻ പ്രൊഫൈൽ പുതുക്കുക. നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുക. നോർവേയിലെ റിക്രൂട്ടർമാരെയും കമ്പനികളെയും ഫോളോ ചെയ്യുക. ജോബ് അലർട്ടുകൾ സെറ്റ് ചെയ്യുക. NAV വെബ്സൈറ്റിലും ഫിന്നോയിലും അക്കൗണ്ട് എടുത്ത് നിങ്ങളുടെ മേഖലയിലെ ജോലികൾക്കായി അലർട്ടുകൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങളിനി ഉപരിപഠനത്തിനാണ് ശ്രമിക്കുന്നതെങ്കിൽ കോഴ്സുകൾ കണ്ടെത്തുക. സ്റ്റഡി ഇൻ നോർവേ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലർ കോഴ്സുകൾ കണ്ടെത്തുക. IELTS TOEFL പരീക്ഷ എഴുതുക. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. അതിൽ മികച്ച സ്കോർ വാങ്ങാൻ ശ്രമിക്കണം. 6.5+ നേടുന്നത് അഡ്മിഷൻ സാധ്യത വർദ്ധിപ്പിക്കും. പിന്നെ ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കുക. കോളേജ് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ, പ്രൊഫസർമാരിൽ നിന്നുള്ള റെക്കമെൻഡേഷൻ ലെറ്ററുകൾ ഉണ്ടെങ്കിൽ ഇവ നേരത്തെ തന്നെ സംഘടിപ്പിച്ചു വയ്ക്കുക. ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ നോർവീജിയൻ യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷകൾ ആരംഭിക്കും. അപ്പോൾ ഈ മാസത്തിന് മുമ്പ് ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ് യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷകൾ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്തു വയ്ക്കുക. ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ജോലി കണ്ടെത്തുകയാണ് അടുത്ത ഘട്ടം. IT, നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, നിർമ്മാണം, മത്സ്യബന്ധന വ്യവസായം, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിലെല്ലാം അവസരങ്ങളുണ്ട്. ജോലി ലഭിച്ചാൽ സ്കിൽഡ് വർക്കർ റെസിഡൻസ് പെർമിറ്റിലേക്ക് മാറാം. സ്കിൽഡ് വർക്കർ പെർമിറ്റിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. നോർവേയിലെ തൊഴിലുടമയിൽ നിന്നുള്ള ജോബ് ഓഫർ, നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ജോലി, നിയമപ്രകാരമുള്ള ശമ്പളവും തൊഴിൽ കരാറും. ഈ പെർമിറ്റിലൂടെ നോർവേയിൽ പൂർണ്ണസമയ ജോലി ചെയ്യാൻ കഴിയും. PR എങ്ങനെ ലഭിക്കാമെന്നാണ് അടുത്തത്. PR എന്നത് പെർമനന്റ് റെസിഡൻസ് ആണ്. സാധാരണയായി ആവശ്യമായ കാലയളവിൽ നിയമപരമായി നോർവേയിൽ താമസിക്കുകയും ആവശ്യമായ നിബന്ധനകൾ പാലിക്കുകയും ചെയ്താൽ PR-ന് അപേക്ഷിക്കാം. ചില കേസുകളിൽ ഭാഷാ പരിജ്ഞാനം, സാമൂഹിക പഠനവുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾ, തുടർച്ചയായ നിയമാനുസൃത താമസം എന്നിവയും പരിഗണിക്കപ്പെടും. ഓർമ്മിക്കുക, സ്റ്റുഡൻറ് വിസ കിട്ടിയാൽ PR ഉറപ്പാണ് എന്നത് ശരിയല്ല. പഠനം പൂർത്തിയാക്കി അനുയോജ്യമായ ജോലി നേടി നിയമപരമായ താമസ നിബന്ധനകൾ പാലിക്കണം. പിന്നെ അതിന് കുറച്ച് എളുപ്പമാണ് എന്ന് മാത്രം. അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരം താമസ നിബന്ധനകൾ പാലിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ പൗരത്വം നേടുക. അത് PR നേടിയ ശേഷം നിയമപ്രകാരം ആവശ്യമായ താമസകാലവും മറ്റ് യോഗ്യതകളും പൂർത്തിയാക്കിയാൽ നോർവേ പൗരത്വത്തിനും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോർവേയിലേക്കുള്ള യാത്രയുടെ ശരിയായ ക്രമം എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വിസ നേടുക, അത് കഴിഞ്ഞ് പഠിക്കുക, ഒപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുക, ഡിഗ്രി പൂർത്തിയാക്കുക, അതിനുശേഷം സ്കിൽഡ് ജോബിലേക്ക് തിരിയുക. ഏത് ജോലിയാണെങ്കിൽ ആ ജോലിയിലേക്ക് തിരിയുക. സ്കിൽഡ് വർക്കർ പെർമിറ്റ് വാങ്ങുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസിന് അപേക്ഷിക്കാം. അതിനുശേഷം സിറ്റിസൺഷിപ്പിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾ നോർവേയിൽ പഠിക്കാനോ ജോലിക്കോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകളിലെ ഏറ്റവും പുതിയ നിബന്ധനകൾ പരിശോധിച്ച ശേഷമേ അപേക്ഷ സമർപ്പിക്കാവൂ. നോർവേയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള നിരവധി സർവകലാശാലകളുണ്ട്. പ്രധാന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. നോർവീജിയൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ലോ, യൂണിവേഴ്സിറ്റി ഓഫ് ബെർഗൻ, ദി ആർട്ടിക് യൂണിവേഴ്സിറ്റി ഓഫ് നോർവേ, യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റാവഞ്ചർ, യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഈസ്റ്റേൺ നോർവേ എന്നിവയാണ് ചില യൂണിവേഴ്സിറ്റികൾ. ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടങ്ങളിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റിന്യൂവബിൾ എനർജി, മറൈൻ സയൻസ്, ബിസിനസ്, ഹെൽത്ത് സയൻസ് തുടങ്ങി നിരവധി കോഴ്സുകൾ ലഭ്യമാണ്. ഇതിലേതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ട് അപേക്ഷ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രവേശിക്കുക, കോഴ്സ് തിരഞ്ഞെടുക്കുക, യോഗ്യത പരിശോധിക്കുക, ആവശ്യമായ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യുക. സാധാരണ ആവശ്യമായിട്ടുള്ള രേഖകൾ വരുന്നത് പാസ്പോർട്ട്, മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റുകളും, ഇംഗ്ലീഷ് ഭാഷാ യോഗ്യത IELTS അല്ലെങ്കിൽ TOEFL, ആവശ്യമായ കോഴ്സുകൾക്ക് അതുകൂടി പറയും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ അത് CV. ചില സർവകലാശാലകളും വിവിധ സംഘടനകളും അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. എല്ലാ കോഴ്സുകൾക്കും സ്കോളർഷിപ്പ് ലഭിക്കണമെന്നില്ല. ഓരോ സർവകലാശാലയുടെയും വെബ്സൈറ്റിൽ അതിൻ്റെ നിബന്ധനകൾ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്.
നോർവേയിലെ ചില സ്ഥാപനങ്ങളിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസ് ഈടാക്കുന്നുണ്ട്. ഇതുകൂടാതെ താമസം, ഭക്ഷണം, യാത്ര, ഇൻഷുറൻസ് തുടങ്ങിയ ജീവിത ചെലവുകളും കണക്കാക്കണം. അപേക്ഷിക്കുന്നതിന് മുൻപ് മൊത്തം ചെലവ് വിലയിരുത്തുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നോർവേയിൽ കൂടുതൽ ആവശ്യക്കാരുള്ള ചില മേഖലകൾ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ, സൈബർ സെക്യൂരിറ്റി, ഡാറ്റ അനലിസ്റ്റ്, സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, നേഴ്സ്, കെയർ വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, വെൽഡേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, മറൈൻ ആൻഡ് ഓഫ്ഷോർ ഇൻഡസ്ട്രി, റിന്യൂവബിൾ എനർജി, ഹോസ്പിറ്റാലിറ്റി ഈ മേഖലകളിൽ യോഗ്യതയും പരിചയവും ഉണ്ടെങ്കിൽ ജോലി നേടാനുള്ള സാധ്യത കൂടുതലാണ്. ശമ്പളം അതാത് മേഖലയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടും. IT, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഓഫ്ഷോർ മേഖലകളിൽ സാധാരണയായി മികച്ച ശമ്പളമാണ് ലഭിക്കുന്നത്. പരിചയം കൂടുന്തോറും ശമ്പളവും വർദ്ധിക്കും. അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ ഒഴിവാക്കുക. ഔദ്യോഗിക സർവകലാശാല വെബ്സൈറ്റുകൾ വഴി അപേക്ഷിക്കാൻ ശ്രമിക്കുക. വിസ അപേക്ഷ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രം സമർപ്പിക്കുക. എല്ലാ രേഖകളും കൃത്യമായി തയ്യാറാക്കുക. നോർവേയിൽ പഠിച്ച് അവിടെ തന്നെ ജോലി നേടി PR ലക്ഷ്യമിടുന്നവർക്ക് ശരിയായ ആസൂത്രണവും യഥാർത്ഥ വിവരങ്ങളും വളരെ പ്രധാനമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോർവേ സ്വപ്നം കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കുക കൂടി ചെയ്യൂ. കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും വരാം.